മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ഇന്ന് നമ്മുടെ വിഷയം വൃക്കയാണ്. വൃക്കയുടെ ആരോഗ്യവും പിന്നെ എങ്ങനെയാണ് ഈ ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കുകയും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെ തിരിച്ച് ആരോഗ്യത്തിലേക്ക് ആക്കാൻ സാധിക്കും എന്നുള്ളതുമാണ്. എല്ലാവർക്കും പലപ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം, സഡൻ ആയിട്ടാണ് ഈ കിഡ്നിയുടെ ആരോഗ്യം മോശമാണെന്ന് അറിയുന്നത്. അതേപോലെ തന്നെ വേറൊരു സൈഡും കൂടെ ഉള്ളത്, പൊതുവെ കേൾക്കുന്നത് കിഡ്നിയുടെ ആരോഗ്യം അങ്ങനെ സഡൻ ആയിട്ട് മോശമാവുന്നത് ചില സാഹചര്യങ്ങളിൽ മാത്രമാണ്. ഒട്ടുമിക്ക ആൾക്കാർക്കും അത് വളരെ പതുക്കെ ഡെവലപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് എന്നുള്ളത്. ഇന്ന് നമ്മളുടെ കൂടെ ഡോക്ടർ ജോളി തോംസൺ എങ്ങനെയാണ് ഈ കിഡ്നി ആരോഗ്യം സംരക്ഷിക്കുകയും വീണ്ടെടുക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യമായിട്ട് ഡോക്ടർ ജോളിയോട് ചോദിക്കാനുള്ളത്, ഈ കിഡ്നിയുടെ ഫങ്ഷൻ ശരിക്കും എന്താണ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത്? ബിക്കോസ് എല്ലാവർക്കും അറിയാം, കിഡ്നി എന്ന് പറയുമ്പോൾ നമ്മൾ യൂറിൻ സ്ട്രെയിൻ ചെയ്യും, അങ്ങനെയൊക്കെയാണ് പൊതുവെ ഉള്ള ഒരു ധാരണ. പക്ഷെ കിഡ്നി എന്ന് പറയുമ്പോൾ പല അതർ ഓർഗൻസുമായിട്ട് ബന്ധമുണ്ടെന്നും കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു ജനറൽ പിക്ചർ കിഡ്നിയുടെ. കിഡ്നി നമുക്ക് നമ്മുടെ യൂറിൻ ഉണ്ടാക്കുന്നത്, യൂറിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസർജ്യ വസ്തുവാണ്. അപ്പം നമ്മളുടെ സെല്ലുകളിലെ ബോഡിക്കകത്തെ എല്ലാ സെല്ലിൽ നിന്നും വരുന്ന വേസ്റ്റ് ഉണ്ട്, അത് കളക്ട് ചെയ്ത് ബ്ലഡിൽ കൂടെ വന്ന് അത് കിഡ്നിയാണ് അതിനെ ആ ബ്ലഡിനെ അരിച്ച് അതിനകത്ത് വേസ്റ്റ് മാറ്റി യൂറിനിൽ കൂടി വിടുകയാണ് ചെയ്യുന്നത്. അത് കിഡ്നിയുടെ ഒരു ഫങ്ഷൻ മാത്രമാണ്. ഇത് കൂടാതെ കിഡ്നിക്ക് ഒരു എൻഡോക്രൈൻ ഫങ്ഷൻ ഉണ്ട്. അതിൽ ഏറ്റവും മെയിൻ 2 ഹോർമോൺസ് വരുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്ന റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോണ്. അപ്പം റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്ററോൺ മെക്കാനിസം എന്ന് പറഞ്ഞ് 3 ഹോർമോണുകൾ. ഒന്ന് റെനിൻ, ആൻജിയോടെൻസിൻ ലിവറിൽ നിന്ന് വരുന്നു, അതുപോലെ ആൽഡോസ്റ്ററോൺ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്നു. ഇവർ 3 പേരും കൂടി ഒരു സൈക്കിളായിട്ടാണ് ബി പിയെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, കിഡ്നി പേഷ്യൻസിന് എപ്പോഴും ബി പി കൂടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്. പിന്നെ ഈ ഇലക്ട്രോലൈറ്റ്സ് കളയുന്നത്, അതായത് നമുക്ക് കൂടുതൽ സോഡിയം ഉണ്ടെങ്കിൽ അത് കളയണം, പൊട്ടാസ്യം ഉണ്ടെങ്കിൽ അത് കളയണം. ഈവൻ വെള്ളം, നമ്മൾ കൂടുതലായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിഡ്നിയാണ് പുറത്തേക്ക് കളയേണ്ടത്. അല്ലെങ്കിൽ വെള്ളം പോലും ഒരു ടോക്സിൻ പോലെയായി മാറും. കിഡ്നി കറക്റ്റായിട്ട് അതാണല്ലോ, നമ്മൾ കിഡ്നി ഫെയിലിയർ ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്കും വെള്ളം തന്നെ കിഡ്നിക്ക് പുറത്തേക്ക് കളയാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വെള്ളം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട വരുന്നത്. പിന്നെ ഒരു എരിത്രോപോയിറ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. അതാണ് നമ്മളുടെ ബ്ലഡ് എത്ര ഉണ്ടാക്കണം, ചുമന്ന രക്താണുക്കൾ എത്ര ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ എരിത്രോപോയിറ്റിനാണ്. അപ്പം കിഡ്നി പേഷ്യൻസിന് എപ്പോഴും അനീമിയ വരുന്നതിന് കാരണം അതാ. കിഡ്നി ഫെയിൽ ആകുമ്പോഴേക്കും എരിത്രോപോയിറ്റിൻ ആവശ്യത്തിനുണ്ടാവില്ല. അതുപോലെ തന്നെ വേറൊരു ഈ വൈറ്റമിൻ ഡി ശരിക്കും പറഞ്ഞൊരു ഹോർമോൺ പോലെയാണ് പ്രവർത്തിക്കുന്നത്. വൈറ്റമിൻ ഡിയുടെ ഏറ്റവും ആക്റ്റീവ് ഫോം കാൽസിട്രയോൾ എന്ന് പറയും. അതുണ്ടാക്കുന്നതും ആക്ച്വലി കിഡ്നിയിലാണ്. സാധാരണ സൂര്യപ്രകാശത്തിൽ നമുക്ക് സ്കിന്നിനത് ഉണ്ടാക്കാം. അതിന് നെക്സ്റ്റ് സ്റ്റേജിൽ അതിനെ ഒരു നെക്സ്റ്റ് ഫോമാറ്റിലേക്ക് മാറ്റുന്നത് ലിവറാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫോമാറ്റ് ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ള ഫോമാറ്റിൽ നോക്കുന്നത് കിഡ്നിയാണ്. അങ്ങനെ മൾട്ടിപ്പിൾ ഫങ്ഷൻസ് ഉണ്ട് കിഡ്നിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. പിന്നെ വരുന്ന ഒരു കോമൺ ആയിട്ട് ഒരു ഇഷ്യൂ ആയിട്ട് കാണുന്ന ഇത് ബേസിക്കലി ഇപ്പോൾ ഈ കിഡ്നിയുടെ ഫങ്ഷൻ ഇങ്ങനെ സഡൻ ആയിട്ട് വേറെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് ചെല്ലുമ്പോഴായിരിക്കും ഇതറിയുന്നത്, ഇങ്ങനെ കിഡ്നിയുടെ ഫങ്ഷൻ കുറവാണ്. അപ്പോൾ ഈ നമ്മളുടെ ജനറൽ ചെക്കപ്സിൽ അല്ലെങ്കിൽ ഏത് ടെസ്റ്റുകളാണ് ശരിക്കും സാധാരണ നമ്മൾ ചെക്കപ്പിൻ്റെ കൂടെ ചെയ്താൽ ഇതറിയാവും? കിഡ്നി ഫങ്ഷൻ നമ്മൾ പലപ്പോഴും ഏറ്റവും മിസ്ഡ് ഔട്ട് ആയി പോകുന്ന ഒരു ഇതാണ്. കാരണം കിഡ്നിക്ക് ഒരിക്കലും വേദന സാധാരണ നിലയിൽ ഉണ്ടാവില്ല. വളരെ ഇൻഫെക്ഷൻ വരുവോ അല്ലെങ്കിൽ സ്റ്റോൺ വരുവോ ഒക്കെ ചെയ്ത്, ആ സ്റ്റോൺ പോലും ചിലപ്പം വളരെ വലുതായി അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുന്ന നിലയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ കിഡ്നിക്ക് വേദന വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിഡ്നി ചിലപ്പം അങ്ങേയറ്റം ഫെയിൽ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്. മീൻസ് ഇപ്പം ചിലപ്പം ഛർദിലായിട്ട് ചെന്ന് കഴിയുമ്പം ചെക്ക് ചെയ്യുമ്പോൾ നോക്കുമ്പോഴേക്കും ക്രിയാറ്റിൻ 10-12 ഒക്കെ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വരാം, വളരെ റെയറായിട്ടും അങ്ങനെ വരാവുന്നതുകൊണ്ട് നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. കിഡ്നിയുടെ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാൻ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് എന്നും പറഞ്ഞുണ്ട്
അത് യൂറിയ, ക്രിയാറ്റിനിൻ, യൂറിക് ആസിഡ്, ഇവ പലപ്പോഴും അതാണ്. യൂറിക് ആസിഡ് കൂടുതലാണ്. യൂറിക് ആസിഡ് കുറയ്ക്കാൻ മരുന്നെടുത്തുകൊണ്ടിരിക്കും. ആക്ച്വലി യൂറിക് ആസിഡ് കൂടിയാൽ നമ്മളപ്പോൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടോയെന്നാണ്. പിന്നെ ക്രിയാറ്റിൻ എന്നൊക്കെ പറയുമ്പോൾ 1, 1.2, 1.3 ഒക്കെ കാണുമ്പോൾ നോർമലാവോ ചെറുതായിട്ട് കൂടിയിട്ടുള്ളല്ലോ എന്ന് കരുതി എല്ലാവരും ഇരിക്കും. പക്ഷെ അങ്ങനെ വരാൻ പാടില്ല. ബേസിക്കലി കിഡ്നി ഫങ്ഷൻ കുറയുന്നു എന്ന് അറിയണമെന്നുള്ള ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് GFR ആണ്, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. എത്ര ഈ ബ്ലഡിനെ എത്ര അരിച്ചു മാറ്റാനായിട്ട് ബ്ലഡിൻ്റെ അരിക്കൽ എത്ര നടക്കുന്നുണ്ട് എന്നറിയുന്ന, അല്ലെങ്കിൽ ഈ കിഡ്നിക്ക് അതിനെ ക്ലീനപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള അറിയുന്ന ഒരു ടെസ്റ്റാണത്. അത് ബ്ലഡ് നോക്കിയാൽ മതി. അത് ക്രിയാറ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു കാൽക്കുലേഷനാണ് അത് വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ്. അത് 90ക്ക് താഴെ വന്നാൽ അത് നമ്മൾ ഫസ്റ്റ് 90ക്ക് അതിന് ഓരോ ലെവലുണ്ട്. അത് കുറഞ്ഞു വന്ന് 90ക്ക് താഴെ 60ക്ക് ഇടയിലാണെങ്കിൽ നമ്മൾ ഗ്രേഡ് 1 പറഞ്ഞ് അങ്ങനെ താഴേക്ക് പോയി 15ന് താഴെയാകുമ്പോൾ എൻഡ് സ്റ്റേജ്, അതായത് ഗ്രേഡ് 5 റീനൽ ഫെയിലിയറിലെത്തും. അപ്പം നമ്മൾ ഒരു ക്രിയാറ്റിൻ ഒരു 4ലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഈ GFR 15ന് താഴെ വരും. അപ്പോൾ പോലും നമുക്ക് സിംറ്റംസ് വരണമെന്നില്ല. 5th സ്റ്റേജ് ഉള്ളവർ പോലും സിംറ്റമാറ്റിക് അല്ലാതെ നടക്കാൻ പറ്റും. അത് ഒരു അത് തന്നെ കുറേ കൂടെ താമസിച്ച് ഒരു 8, 9, 10 ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സിംറ്റം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ GFR ഉണ്ടാവില്ല. ഈ GFR എന്ന് പറഞ്ഞത് ഇത് ഇലക്ട്രോണിക്കലി കാൽക്കുലേറ്റഡ് ആണ്, എസ്റ്റിമേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ GFR എന്ന് പറയുന്നത് അത് നോക്കുക. പിന്നെ സിമ്പിൾ യൂറിൻ ടെസ്റ്റിൽ, അത് നമ്മൾ യൂറിൻ റുട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയും, അതിനകത്ത് പ്രോട്ടീൻ പോകുന്നെന്ന് കാണുകയോ അല്ലെങ്കിൽ RBCs കാണുകയോ, പിന്നെ പസൽസ് ഉണ്ടെങ്കിൽ അത് കിഡ്നിയെ ബാധിച്ചിരിക്കണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ കിഡ്നിയുടെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനോ, റിപ്പീറ്റഡ് യൂറിനറി ഇൻഫെക്ഷൻ വന്നാലും കിഡ്നിയെ ബാധിക്കാം. അപ്പോൾ യൂറിനിൽ പസൽസ് ഉണ്ടെങ്കിൽ നമ്മൾ യൂറിനറി ഇൻഫെക്ഷനോ സ്റ്റോണോ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ യൂറിൻ RBC ഉണ്ടെങ്കിൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ചിലപ്പം ഈ IgA നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ഭാഗമാകാം. പിന്നെ ഈ യൂറിൻ ആൽബുമിൻ പ്രോട്ടീൻ അത് നോക്കുക, RFT നോക്കുക. ഏറ്റവും പ്രധാനം GFR ആണ്. പിന്നെ നമുക്ക് അതിനകത്ത് സംശയം വന്നു കഴിയുമ്പോഴാണ് പിന്നെ അൾട്രാസൗണ്ട് സ്കാന് അങ്ങനെ പോകേണ്ടി വരും. കിഡ്നി ഡിസീസ് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് സിറ്റുവേഷനിൽ ഇങ്ങനെ സഡനായിട്ട് അക്യൂട്ടായിട്ട് കിഡ്നി പ്രോബ്ലം വരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അതിൽ പോലും പലപ്പോഴും പറയുന്നത് ആ അക്യൂട്ട് വന്നത് ചിലപ്പം ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണെങ്കിലും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ പറഞ്ഞ വേറെ രോഗങ്ങളിൽ നിന്നൊക്കെ ആവാമെന്നുള്ളതാണ്. എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്? കിഡ്നി ഡിസീസ് അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിതിൻ ഒരു 12 വീക്സ് അല്ലെ ഒരു 3 മന്ത്സിനുള്ളിൽ കിഡ്നി ഫെയിലിയറിലേക്ക് സിംറ്റമാറ്റിക് കിഡ്നിയുടെ സിംറ്റം ആയിട്ട് വരണമെങ്കിൽ GFR ലെസ് ദാൻ 15 ആയി ഒരു 4, 5 ക്രിയാറ്റിനൊക്കെ വരുന്നപ്പോഴേക്കും അത് 3 മാസത്തിനുള്ളിൽ എത്തുകയാണെങ്കിൽ നമ്മൾ അതിനെ അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയും. പിന്നെ വർഷങ്ങളെടുത്ത് ഗ്രാജുവലി സ്ലോ ആയിട്ട് വരുന്നതിനാണ് ക്രോണിക് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ക്രോണിക് റീനൽ ഫെയിലിയർ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഡയബറ്റീസ് തന്നെയാണ്. ഡയബറ്റീസ് കൂടി ഇങ്ങനെ കുറേ കാലങ്ങൾ കൊണ്ട് കിഡ്നി കുറഞ്ഞു പോകുന്നതാണ് ഒന്ന്. അതുപോലെ ഹൈപ്പർ ടെൻഷൻ. പിന്നെ ഒരു IgA നെഫ്രോപ്പതി എന്ന് പറഞ്ഞൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ട്. ഇതിലൊക്കെയാണ് അക്യൂട്ടായിട്ട് വരുന്നത്. ഇതിലൊക്കെയാണ് ക്രോണിക് ആയിട്ട് വരുന്നത്. പിന്നെ അക്യൂട്ട് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം ഈ നമ്മൾ ഈ സ്റ്റെൻറ്റൊക്കെ ഇടാനായിട്ട് കാർഡിയോളജി ടെസ്റ്റിൻ്റെ ഒക്കെ പോയി ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഒക്കെ ചെയ്യുമ്പം ഒരു ഡൈ ഇഞ്ചെക്ട് ചെയ്യും. അതുപോലെ പല സ്കാനിങ്ങുകൾക്ക് വേണ്ടിയിട്ട് ഡൈ ഇഞ്ചെക്ട് ചെയ്യും. ഇതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് നെഫ്രോപ്പതി എന്ന് പറയും. പിന്നെ ഈവൻ ലോങ് ടൈം നമ്മൾ അനാൾജസിക് ലോങ് ടൈം ഒന്നും വേണമെന്നില്ല, ചിലർക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് അനാൾജസിക് നെഫ്രോപ്പതി എന്ന് പറയും. നമ്മൾ ഈ ആസ്പിരിന് അങ്ങനത്തെ ഇങ്ങനെ പെയിൻ കില്ലേഴ്സൊക്കെ ഉണ്ടല്ലോ, അത് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരാം. പിന്നെ ചില കീമോതെറാപ്പി ഏജൻറ്റ്, ചില ആൻറ്റിബയോട്ടിക്, ഇതൊക്കെ ഒരു ഡ്രഗ് ഇൻഡ്യൂസ്ഡ് റീനൽ ഫെയിലിയർ അക്യൂട്ടായിട്ട് വരാം. പിന്നെ ചില ടോക്സിൻസ്, ഇവൻ നമുക്കറിയാം പാമ്പ് കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലതരം പാമ്പിൻ്റെ വിഷം വേണേൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ ഉണ്ടാക്കാം. അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് അക്യൂട്ട് വരാം. പിന്നെ ചിലപ്പോൾ ഒരു ഈ ഫുഡ് ഇൻഫെക്ഷൻ വന്നാൽ മതി, അതിനകത്തൊരു പ്രത്യേക ബാക്ടീരിയയുടെ ടോക്സിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റീനൽ ഫെയിലിയറിലേക്ക് പോകാം. അങ്ങനെ ഇപ്പം ക്രോണിക് റീനൽ ഫെയിലിയർ ഉണ്ടാകുന്നത് ഡയബറ്റിക് ആൻഡ് കിഡ്നി പേഷ്യൻസ്, ഫാറ്റി ലിവർ ഇതൊക്കെ ഉള്ളവർക്കാണ് ഈ
ക്രോണിക് റീനൽ ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് ആണ് ഈ അക്യൂട്ട് റീനൽ ഫെയിലിയറും ഉണ്ടാകാൻ ചാൻസ് കൂടുതൽ. കാരണം അവരുടെ കിഡ്നി ഓൾറെഡി കോംപ്രമൈസ്ഡ് ആയിരിക്കും. അപ്പം ചിലപ്പോൾ ഒരു ഫുഡ് ഇൻഫെക്ഷൻ, പലപ്പോഴും പല ഡയബറ്റിക് പേഷ്യൻസും കിഡ്നി ഫെയിലിയറിലേക്ക് എത്തുന്നത് ചിലപ്പോൾ ഒരു ഫുഡ് ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് കഴിയുമ്പോഴേക്കുമായിരിക്കും. അപ്പം അത് നമ്മൾ നേരത്തെ നമ്മളുടെ കണ്ടീഷൻ എന്താണെന്ന് ഇത് ചെയ്യുക. ക്രിയാറ്റിൻ ലെവൽ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഇപ്പം നമുക്ക് GFR റിസൾട്ട് എല്ലാ ലാബും തരണമെന്നില്ല. അപ്പം അത് ക്രിയാറ്റിൻ ഒരു 0.8 മുകളിൽ എത്തിയാൽ തന്നെ നമ്മളുടെ കിഡ്നി ഫങ്ഷൻ കോംപ്രമൈസ്ഡ് ആണ്. അപ്പം പലരും കരുതുമോ എന്ത് മാർജിനില്ല, അത് ടെസ്റ്റിൽ നിന്ന് തെറ്റായിരിക്കുമെന്ന് പലപ്പോഴും ചിന്തിക്കും. കാരണം ഈവൻ ഞങ്ങളുടെയൊക്കെ ജനറേഷൻ ഡോക്ടേഴ്സ് പോലും ഈ GFRനെ കുറിച്ചും ഒന്നും അത്ര കോൺഷ്യസ് അല്ല. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഈവൻ ഒരു നെഫ്രോളജിസ്റ്റ് ആണെങ്കിലും ഇച്ചിരി കൂടിയാലും ആരും തന്നെ അതിനെക്കുറിച്ച് പറയുകയില്ല. കാരണം മോഡേൺ മെഡിസിനിൽ കിഡ്നിക്ക് ഈ ക്രോണിക് റീനൽ ഫെയിലിയറിന് ഒന്നും മരുന്നില്ല. അപ്പം ഡയബറ്റീസ് നോക്കുന്നത് ഡയബറ്റോളജിസ്റ്റോ അല്ല ഫിസിഷ്യനോ ആയിരിക്കും. നെഫ്രോളജിസ്റ്റിൽ അതിന് കാര്യമില്ല. കാര്യം കിഡ്നിയുടെ ഡോക്ടർ നെഫ്രോളജിസ്റ്റ് ആണെങ്കിലും നെഫ്രോളജിസ്റ്റ് അല്ലല്ലോ ഡയബറ്റീസ് മാനേജ് ചെയ്യുന്നത്, അല്ല ഹൈപ്പർ ടെൻഷൻ മാനേജ് ചെയ്യുന്നത്. അപ്പം ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷന് മാനേജ് ചെയ്യുന്ന ഡോക്ടേഴ്സിന് ഇതിലൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ ശരിക്കും കിഡ്നിയുടെ ഡോക്ടറിന് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അല്ലെ ഒബേസിറ്റി മാനേജ് ചെയ്യുന്നതിൽ റോൾ ഇല്ലാത്തതുകൊണ്ട് അത് ആരും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയല. അതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക് അവെയർ ആവണം. കിഡ്നി ഫങ്ഷൻ GFRൽ ക്രിയാറ്റിൻ ആണെങ്കിൽ ഒരു 0.8 മുമ്പ് 1 എത്തിക്കഴിഞ്ഞാൽ തന്നെ അത് വെരി സിഗ്നിഫിക്കൻ്റ് ആണ്. ആ സ്റ്റേജിലൊക്കെയാണ് നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം പറയുന്നത് ഇങ്ങനെ ഈ കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ലോ GFR ഒക്കെ പിള്ളേരിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട് കൂടുതലും. അപ്പം ചിലർ പറയും അത് ഈ പ്രിമച്വർ ബേബീസ് ആണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം കൂടുതൽ കിഡ്നി ഡിസീസ് വരാൻ ചാൻസ്, കിഡ്നി പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ. പിന്നെ അല്ലെങ്കിൽ ഈ മദറിൻ്റെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മദറിൻ്റെ ഹെൽത്തെ ബേസ് ചെയ്താണ് കിഡ്നിയുടെ ഫ്യൂച്ചർ എന്നൊക്കെ. എന്താണ് ശരിക്കും ഇതിനെപ്പറ്റി അറിയേണ്ടത്? നമ്മളുടെ കിഡ്നി, ഓരോ കിഡ്നിയിൽ 1 മില്യൺ, അതായത് 10 ലക്ഷത്തോളം നെഫ്രോൺസ് ഉണ്ട്. അതായത് അതിൻ്റെ സ്മോളർ യൂണിറ്റ്, നമ്മുടെ അരിപ്പകൾ നമ്മൾ പറയുമ്പോൾ അരിക്കുകയാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെ സ്മോളർ നെഫ്രോൺസിൻ്റെ ഒരു സെറ്റാണ് ഒരു കിഡ്നി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ജന്മനാ തന്നെ ചിലപ്പം പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മൾ ഈ മരുന്ന് ഉപയോഗം ഒത്തിരി കൂടുതലാണല്ലോ. ചില മരുന്നുകൾ തന്നെ കിഡ്നിയുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കാം. ഇപ്പോൾ ചിലർക്ക് ഒരു കിഡ്നി ഉണ്ടാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചിലപ്പോൾ കിഡ്നി തന്നെ ചെറുതായിരിക്കും, അതിൻ്റെ അടുത്ത് നമ്പർ ഓഫ് നെഫ്രോൺസ് കുറവായിരിക്കും. അപ്പം നാച്ചുറലി വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിലേക്ക് റീനൽ ഫെയിലിയറിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുട്ടികളിൽ വരുന്ന ചില കണ്ടീഷനുണ്ട്, നെഫ്രൈറ്റിസ്, അതായത് യൂറിനിൽ കൂടെ ബ്ലഡ് പോവുക, അതിനെ നെഫ്രൈറ്റിക് സിൻഡ്രോം എന്ന് പറയും, നെഫ്രൈറ്റിസ് എന്ന് പറയും. അപ്പം പെട്ടെന്ന് പിള്ളേർക്ക് BP കൂടുക, മൂത്രത്തിൻ്റെ നിറം കാപ്പി ഉള്ള ചായയുടെ നിറം പോലെ ആകുക, ഇതൊക്കെ ആയിരിക്കും അത് വരുന്നത്. പിന്നെ വേറൊരു നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ട്, അതും കൊച്ചു കുട്ടികളിൽ വരുന്നത്. അത് പ്രോട്ടീൻ പോവുകയായിരിക്കും ചെയ്യുന്നത്. നെഫ്രോട്ടിക് സിൻഡ്രോം യൂറിൻ കൂടെ പ്രോട്ടീൻ പോകുന്നത്. അപ്പം ഇതൊക്കെ ഉള്ള കുട്ടികൾക്ക് നാച്ചുറലി അവർക്ക് ഇപ്പം നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടെങ്കിലോ നെഫ്രൈറ്റിസ് വന്ന കുട്ടികൾക്ക് അവരുടെ കിഡ്നി ഓൾറെഡി അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും. കിഡ്നിയുടെ ശരിക്കും ബേസിക്കലി നമ്മൾ ഈ GFR കുറഞ്ഞു തുടങ്ങണമെങ്കിൽ തന്നെ 2/3 ഓഫ് കിഡ്നി ഫങ്ഷൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ തന്നെ പറ്റുള്ളൂ. അതിന് മുമ്പ് അറിയണമെങ്കിൽ നമ്മൾ യൂറിനി ബ്ലഡ് ഉണ്ടോ അല്ലെങ്കിൽ യൂറിനിൽ കൂടെ പ്രോട്ടീൻ ഉണ്ടോ എന്നൊക്കെയാണ് അറിയാൻ വരുന്നത്. GFR 90 താഴാൻ തുടങ്ങുമ്പോഴേക്കും 60% ഓഫ് ദി കിഡ്നിയുടെ ഫങ്ഷൻ പോയി കഴിഞ്ഞിട്ടാണ്. കാരണം നമുക്കറിയാം ഒരു കിഡ്നി മാറ്റി വെച്ചു, അതായത് ഒരു കിഡ്നി മാത്രം ഉള്ളവരുടെയും GFR നോർമലായിരിക്കും. അപ്പോൾ അതിൽ നിന്നും താഴെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കിഡ്നി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ GFR മാനേജ് ചെയ്യാൻ അതിന് പറ്റും. അപ്പോൾ അതിലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ, അതല്ല ആ മേ ബി 16 ഞാൻ പറഞ്ഞതേ ഉള്ളൂ, മേ ബി 75% ഓരോ കിഡ്നിയുടെയും ഒരു കിഡ്നിയുടെ ഒരു 25% എങ്കിലും, ഒരു 50% എങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ GFR മോസ്റ്റ് പ്രോബ്ലി നോർമലായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കിഡ്നി മാത്രമുള്ളവരൊക്കെ വളരെ കെയർഫുൾ ആവണം. പിന്നെ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തിട്ടുള്ളവരും വളരെ കെയർഫുൾ ആയിരിക്കണം. കിഡ്നി ഫങ്ഷനിലെ കാര്യത്തിൽ GFR നോക്കണം, യൂറിനറി പ്രോട്ടീൻ പോകുന്നുണ്ടോ, ആൽബുമിൻ പോകുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ RBCസോ ഈവൻ WBCസോ പെസൽസ് ഉണ്ടോ എന്ന് നോക്കണം. കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആകണമെന്നുള്ളതാണ്.
ഇപ്പോൾ ഈ കിഡ്നി പ്രോബ്ലം ഉണ്ട്, GFR കുറവാണെന്നോ അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂടുന്നുണ്ടെന്നൊക്കെ ഉള്ള ഇഷ്യൂസ് വരുമ്പോൾ സാധാരണഗതിയിൽ പേഷ്യൻ്റ് ഫുഡിൽ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് ഒരു പേഷ്യൻറ്റിനോട് ചെയ്യാൻ പറയുന്ന കാര്യം. ശരിക്കും ആ പേഷ്യൻ്റ് അങ്ങനെ ഫുഡിന് കൺട്രോൾ ചെയ്യണം എന്ന് പറഞ്ഞാലും നോർമൽ കേസിൽ അതിങ്ങനെ സ്ലോലി ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഈ കിഡ്നിയുടെ കാര്യം പറയുമ്പോൾ കിഡ്നിയുടെ പ്രോബ്ലത്തിന് വേണ്ടി ഇങ്ങനെ ഫുഡ് കാര്യങ്ങളുമൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയുന്നത് ബാക്കിയുള്ള അസുഖങ്ങൾ ഈ പറഞ്ഞ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കൺട്രോൾ മാത്രം പോരാതെ വരുന്നത്. അത് എന്താണ് ശരിക്കും മനസ്സിലാവേണ്ടത്? പല പേഷ്യൻസിനും ഈ കിഡ്നിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തെറ്റിദ്ധാരണകളുണ്ടെന്നുള്ളതാണ്. ഇപ്പം ഞാൻ കാണാറുണ്ട് പേഷ്യൻസ് കിഡ്നിക്ക് ഒരു സ്റ്റേജ് 2 or 3 ഒക്കെ ഉണ്ടാവുകയുള്ളൂ റീനൽ ഫെയിലിയർ. പക്ഷെ അവർ വെള്ളം കുടി അങ്ങ് നിർത്തും. അപ്പോൾ കിഡ്നിക്ക് പ്രശ്നം, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, റീനൽ ഫെയിലിയർ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഒരു സ്റ്റേജ് 5 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം വെള്ളത്തിൻ്റെ റെസ്ട്രിക്ഷൻ, അതുപോലും ഒരു ക്രിയാറ്റിനിന് ഒരു 4 ഒക്കെ എത്തി GFRS 15 പോയാൽ പോലും മിക്കവാറും പേർക്കും വെള്ളത്തിൻ്റെ മൂത്രം പോകുന്നുണ്ടാവും. മൂത്രം പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും നല്ലത് യൂറിൻ ഒരു 1.5 to 2 liters യൂറിൻ പോകണം. അതാണ് കിഡ്നിക്ക് എപ്പോഴും നല്ലത്. പക്ഷേ ലാസ്റ്റ് സ്റ്റേജ് എത്തി ക്രിയാറ്റിന് 6 or 7 ഒക്കെ എത്തി മൂത്രം പോകാൻ തടസ്സം വന്ന് നീരൊക്കെ വരാൻ തുടങ്ങുകയാണെങ്കിൽ മാത്രമേ വെള്ളത്തിന് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ പ്രോട്ടീൻ നമുക്ക് GFR കുറഞ്ഞു തുടങ്ങിയെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ ക്രിയാറ്റിൻ കൂടാൻ തുടങ്ങിയാൽ നമ്മൾ പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ അല്ല, അതെപ്പം എത്തിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കൂടുതൽ GFR 30 താഴെ പോയാൽ നന്നായിട്ട് യൂറിൻ പ്രോട്ടീൻ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അത് ഏത് ലെവൽ ഓഫ് റീനൽ ഫെയിലിയറിനനുസരിച്ചാണ് ഭക്ഷണത്തിലെ എല്ലാ കൺട്രോളുകളും നിർത്തേണ്ടത്. അതായത് വെള്ളം വെരി ലേറ്റ് ആയിട്ട് മാത്രമാണ് കൺട്രോൾ ചെയ്യേണ്ടത്. എന്നേരത്തി ഇഷ്ടംപോലെ കുടിക്കാമെന്നല്ല, അത് നമ്മൾ മോണിറ്റർ, നമുക്ക് കിഡ്നി ഫങ്ഷനിൽ നമ്മളൊരു കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് വളരെ സീരിയസ് ആയിട്ട്, അതായത് എനിക്ക് ഒരു 1.2 അല്ലേ 1.5 അല്ലേ ഉള്ളൂ, ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, ഞാനിങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കരുതരുത്. കാരണം ചിലർക്ക് ഒരു വർഷം മതി. 1.2 1.3 ഒക്കെ നിൽക്കുന്നവർ ചിലർ ഒരു വർഷം കൊണ്ട് 2.5 3 3.5 വന്നെന്നിരിക്കും. അപ്പം തിരിച്ചു കൊണ്ടുപോകും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ നെഫ്രോൺസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. നെഫ്രോൺസ് കുറഞ്ഞാൽ പിന്നെ ഇതിനെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, പറ്റില്ല. അപ്പം ഈ നമ്മൾ നെഫ്രോളജിസ്റ്റിനെ പോയി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നെഫ്രോളജിന് മരുന്നൊന്നുമില്ല. ആകെ ഇനി അല്ല IgA നെഫ്രോപ്പതി പോലെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിൽ വല്ല സ്റ്റിറോയിഡ്സും തരാം. പക്ഷെ സ്റ്റിറോയിഡ്സ് തന്നതുകൊണ്ടും വലിയ ബെനിഫിറ്റ് കാണാറില്ല. അവർ കാലങ്ങൾ കൊണ്ട് അത് ഡിറ്റീറിയേറ്റ് ചെയ്യും. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞ് ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും ഏർലിയസ്റ്റ്, അപ്പം പലരും ഉണ്ട് ബയോപ്സി ഒക്കെ ചെയ്തു IgA നെഫ്രോപ്പതി കണ്ടുപിടിച്ചു, അത് കഴിഞ്ഞിട്ട് സ്റ്റിറോയിഡ്സ് കഴിച്ചുകൊണ്ടിരിക്കും. അവർ ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ച് എല്ലാം ഡോക്ടർമാർക്ക് ഈ മരുന്ന് മാത്രമല്ലേ തരാൻ പറ്റുള്ളൂ, അവർ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 1.2 1.3 ഒക്കെ ക്രിയാറ്റിൻ ഉള്ളപ്പോൾ തന്നെ, ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് ഡയബറ്റിസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് ഡയബറ്റിസ് തന്നെ മാറ്റാം. ആർക്കും ആ ഒരു ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് മോഡേൺ മെഡിസിനിൽ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നുകളായിരിക്കും തരുന്നത്. ഇപ്പം മരുന്ന് ഈവൻ മെറ്റ്ഫോമിൻ മുതൽ ഏത് ഡയബറ്റീസിനുള്ള മരുന്ന് കഴിച്ചാലും അത് കിഡ്നിക്ക് നെഗറ്റീവായിട്ടാണ് വരുന്നത്. കാരണം അത് കിഡ്നിക്ക് സ്ട്രെയിനാണ്. ഏത് മരുന്നും അതെ പുറത്തേക്ക് കളയാനേ കിഡ്നി വേണം. അപ്പം ഏത് മരുന്നും കിഡ്നിക്ക് സ്ട്രെയിനാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ മാറ്റുക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത്. പിന്നെ ചില ഫുഡ് നമുക്ക് പറ്റാത്തതുണ്ടാവും. അപ്പം അത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കണം. പ്രത്യേകിച്ച് IgA നെഫ്രോപ്പതിക്കൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം കിഡ്നിക്ക് പ്രോബ്ലം അല്ലെങ്കിൽ കിഡ്നിയുടെ തുടക്കം തന്നെ നമ്മൾ അതിൻ്റെ റീസൺ കണ്ടുപിടിച്ച് നമ്മൾ ജീവിതശൈലി വെച്ച് അതിനെ കിഡ്നിയെ നമുക്ക് തുടക്കമൊക്കെ ആണെങ്കിൽ നമുക്കത് റിവേഴ്സ് ചെയ്ത് നമുക്കൊരു ഇതുമില്ലാതെ കൊണ്ടാണ്. പക്ഷേ 4th സ്റ്റേജൊക്കെ എത്തി 5th സ്റ്റേജൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സിംറ്റമാറ്റിക് റിലീഫൊക്കെ കുറച്ചും കൂടി ഇതാക്കി എടുക്കാം. മരുന്നുകൾ നിർത്താൻ പറ്റും മിക്കവാറും. പ്രത്യേകിച്ച് നമുക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ നമുക്ക് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ മരുന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ തന്നെ കിഡ്നി പ്രോഗ്രസ് ചെയ്യുന്നു കുറയ്ക്കും. ഒരു ചോദ്യം വന്നത് ഈ വോണോപ്രസാൻ, ദാറ്റ് ഈസ് ഈ ആസിഡ് റിഫ്ലക്സ്
ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകൾ. ഇതുപോലെ തന്നെയുള്ള ചോദ്യങ്ങൾ വേറെ ഉള്ളത് ഈ പറഞ്ഞ പെയിൻ കില്ലേഴ്സ്. അപ്പം ഇതെല്ലാം പലരും ഇങ്ങനെ ലോങ് ടേം ആയിട്ട് ഈ ആസിഡ് റിഫ്ലക്സിനുള്ള മെഡിക്കേഷനും പെയിൻ കില്ലേഴ്സും എല്ലാം ലോങ് ടേം ആയിട്ട് എടുക്കേണ്ടി വരാറുണ്ട് പലർക്കും. അപ്പം അതേസമയം ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളൊരു കോമൺ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ മരുന്നുകൾ ഈ പറഞ്ഞ പോലെ കിഡ്നീനെ എഫക്റ്റ് ചെയ്യും. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ എല്ലാ മരുന്നുകളും കിഡ്നീനെ സ്ട്രെയിൻ ചെയ്യും. പക്ഷെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആസിഡ് റിഫ്ലക്സോ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സോ ആവശ്യമുള്ളവർ എന്താ അവർ ചെയ്യുക? നമ്മൾ ഏത് മരുന്നാണേലും കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാക്കും. കിഡ്നിക്കും ലിവറിനും 2 അവയവങ്ങൾ, അവർ രണ്ടുപേരും മിണ്ടാതിരിക്കും. എനിക്കൊരു മറ്റുള്ള വയറ് പറയുന്നത് പോലെയോ ജോയിന്റ് പറയുന്ന പോലെ എനിക്ക് വേദനയൊന്നും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റുകൾ വഴി തന്നെ നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയാൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ മറ്റേ ഒരു മരുന്നും നമുക്കൊരു ഫ്യൂ ഡേയ്സിന് വയറിനൊരു ഗ്യാസോ പ്രശ്നങ്ങൾ വന്നു, ഈ പറഞ്ഞ മരുന്ന് നമ്മൾ ഒരു ഫ്യൂ ഡേയ്സിന് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് ജീവിതകാലം മുഴുവൻ തുടരുന്നത് വയറിന് പോലും നല്ലതല്ല. കാരണം ഇതൊക്കെ വയറിലും കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം വയറിൽ ആസിഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളാണിത്. അപ്പോൾ ആസിഡ് കുറച്ചത് കൊണ്ട് മാത്രം നമ്മളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുകയില്ല. കാരണം ആസിഡ് ഒരു പ്രൊട്ടക്റ്റീവാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനകത്തെ ബാക്ടീരിയം ഒക്കെ റെഡ്യൂസ് ചെയ്യാനുള്ളതാണ്. അപ്പം ഞാൻ ഒരു പേഷ്യൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. നമുക്കത് എങ്ങനെ ഈ മരുന്നുകൾ കഴിക്കും, മൾട്ടിപ്പിൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ചാൽ എന്ത് വ്യത്യാസം വരുമെന്ന്. അപ്പം ഞാനൊരു പ്രായമുള്ള ഒരാളുടെ, അതായത് 78 ഇയേഴ്സ് ഉള്ള ഒരാളുടെ കാര്യം പറയാം. അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ആണ്. ഹാർട്ടിന് പ്രശ്നമുണ്ട്, ബൈപ്പാസ് ചെയ്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു 3 സ്റ്റെൻറ്റ്, 2 പ്രാവശ്യമായിട്ട് 3 സ്റ്റെൻറ്റ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ബൈപ്പാസ് ചെയ്തു, ബൈപ്പാസ് ഫെയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് 7 സ്റ്റെൻറ്റ് പിന്നെ വിട്ടു. അദ്ദേഹത്തിന് ആസ്മയുണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെ നോക്കിയാൽ നമ്മൾ വയറിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പം നോക്കിയാൽ കുറേ അധികം പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ കുറേ അധികം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. എക്കോസ്പിരിന്, ബ്രിലിൻറ്റ, പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ടൊരു 3 മരുന്നുകൾ. ഇപ്പം എണ്ണം നമുക്ക് പറയാൻ പറ്റില്ല. പ്രോസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഓരോന്നിൻ്റെയും പറഞ്ഞാൽ നമ്മുടെ സമയം പോകും. ഇൻഹേലർ എടുക്കുന്നുണ്ട്, ഇൻസുലിൻ ഡെയിലി ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് 2 നേരം. അങ്ങനെ ടു മെനി മെഡിസിൻസാണ്. ഈ പേഷ്യൻ്റ് ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു 3-4 സ്റ്റെപ്പ്, ഒരു 10 സ്റ്റെപ്പ് വെച്ച് കഴിയുമ്പോഴേക്കും നിൽക്കണം. ശ്വാസം ബുദ്ധിമുട്ട്, ഹാർട്ടിൻ്റെ പ്രശ്നം. ഈ സ്റ്റേജിലുള്ള 78 വയസ്സുള്ള ആളാണെന്ന് ഓർക്കണം. അദ്ദേഹത്തിന് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കിഡ്നിക്കും പ്രോബ്ലം ഉണ്ട്. ഈ ഹാർട്ടിൻ്റെ പ്രശ്നം മാത്രമല്ല, ഞാൻ കിഡ്നി പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ പറയുന്നുള്ളൂ. കിഡ്നി ഫങ്ഷനിലും കുറവുണ്ട്. 54 ആണ് GFR. ഒരു 3rd ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ പേഷ്യൻ്റ് ഒരു ഓൺ ദി ഓരോ സമയമാകുമ്പോഴേക്കും മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ട് വന്നു. ഡയബറ്റീസ്, നമ്മൾ ഇതൊക്കെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെന്ന് മനസ്സിലായി. ഇൻസുലിൻ ആവശ്യത്തിന് ഉണ്ടാക്കുന്നുണ്ട്. ഇൻസുലിൻ ആവശ്യത്തിനല്ല, അദ്ദേഹത്തിൻ്റെ ഇൻസുലിൻ ലെവൽ ഹൈപ്പർ ഇൻസുലിനീമിയ തന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇത് തന്നെ കിഡ്നിക്ക് ദോഷം വരുത്തും. അപ്പം ഇത് കുറച്ച് കൊണ്ടുവന്ന് ആക്ച്വലി 120, ഇപ്പം ലാസ്റ്റ് വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് ഇപ്പോൾ 120 days ആയി. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ GFR 90ക്ക് മുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. 97 എത്തി. ഇപ്പോൾ 120 days കൊണ്ട് അദ്ദേഹത്തിൻ്റെ GFR 90ക്ക് മുകളിലെത്തി. ബാക്കി മരുന്നുകളെല്ലാം കുറച്ചുകൊണ്ടൊന്നും നിർത്താൻ പറ്റി. ആകെ മിനിമൽ മെഡിസിൻസ്, കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒരു 5 milligram, 40 milligram സ്റ്റാറ്റിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഡയബറ്റീസിൻ്റെ മരുന്നില്ല, ഇൻസുലിനില്ല, പ്രഷർ നോർമലാണ്, ഈവൻ പ്രോസ്റ്റേറ്റിൻ്റെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നില്ല. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബോഡിയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അസുഖത്തെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള കുറവ് വരിക എന്നുള്ളതാണ്. അപ്പം മരുന്നുകളും മാറി. ഇപ്പം GFR നോർമലിലേക്ക് വന്നു.
78 ഇയേഴ്സ് ഉള്ള ആളുടെ GFR നമുക്ക് 57-ൽ നിന്ന് 97-ലേക്ക് കൊണ്ടുവരാൻ, 58-ൽ നിന്ന് 90-ലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് ഡയബറ്റിക് പേഷ്യൻ്റാണ് കേട്ടോ ഇത്രയും ഈസി ആയിട്ട് എഫക്റ്റ് കിട്ടുന്നത്. അതേസമയത്ത് IgA നെഫ്രോപ്പതി ഒന്നും അത്ര ഫാസ്റ്റായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഇങ്ങനെ ഇൻസുലിൻ ലെവൽ ഹൈ ആയിരുന്നു എന്ന്. ഈ അതേസമയം ഇപ്പം കേൾക്കുന്നത് ഈ മിക്കവാറും ഡയബറ്റിസ് പേഷ്യൻസിൻ്റെയൊക്കെ ഇൻസുലിൻ ലെവൽ വളരെ ഹൈ ആണെന്നാണ്. അപ്പം ശരിക്കും എന്താണ് ഇൻസുലിൻ ലെവലും കിഡ്നിയുടെ ഹെൽത്തുമായിട്ട്? സാധാരണ എപ്പോഴും കേൾക്കുന്നത് ഇൻസുലിൻ കൊടുത്താൽ ഡയബറ്റിസ് കൺട്രോൾ ആവും, അങ്ങനെ ഡയബറ്റിസ് കൺട്രോൾ ആവുമ്പോൾ കിഡ്നിക്ക് നല്ലതാണ്. പക്ഷേ അപ്പോൾ ഇതുമായിട്ട് എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്? ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുന്നത് ശരിക്കും ടൈപ്പ് 1 ഡയബറ്റീസിലാണ് ഇൻസുലിൻ്റെ കുറവുള്ളത്. ടൈപ്പ് 2 ഡയബറ്റീസിൽ ഇൻസുലിൻ പലപ്പോഴും കൂടുതലായിരിക്കും. ഇൻസുലിൻ വർക്ക് ചെയ്യാത്തതാണ് കാരണം. അങ്ങനെയുള്ളവരിൽ നമ്മൾ ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പം ഇപ്പം ഈ പേഷ്യൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസുലിൻ ലെവൽ 49.4, ഓൾമോസ്റ്റ് 50ആണ്. മാക്സിമം ആകാവുന്നത് തന്നെ 25 ഒക്കെയാണ്. അതും എപ്പോഴാണ് ഷുഗർ ലെവൽ 109 നിൽക്കുമ്പോഴാണ് ഈ 50 ഇൻസുലിൻ ലെവൽ വരുന്നത്. ശരിക്കും ആ സമയത്ത് ഒരു ഇൻസുലിൻ ലെവൽ ഒരു 4 or 5 ഒക്കെ വരേണ്ടതാണ്. അപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ തുടങ്ങി ആക്ച്വലി 8th ഡേ നമ്മൾ വീണ്ടും ഇൻസുലിൻ നോക്കും. ഇൻസുലിനാണ് ഫാസ്റ്റായിട്ട് കുറയ്ക്കാൻ പറ്റുന്നത്. ഷുഗർ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെയൊക്കെ ഷുഗർ വിതിൻ 12 hours ആയപ്പോൾ തന്നെ കൺട്രോളായി. ഡയബറ്റിസ് ടൈപ്പ് 2 ആണെങ്കിൽ എല്ലാ മെഡിസിനും എല്ലാ മെഡിസിനും നിർത്തിയിട്ടാണ്. ഷുഗറിൻ്റെ കാര്യത്തിൽ നമ്മൾ മെഡിസിൻ നിർത്തിയാലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഷുഗർ നോക്കാമല്ലോ. ഷുഗർ നോർമലാണ്, പിന്നെ നമ്മൾ എന്തിനാണ് വറി ചെയ്യുന്നത്? അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻസുലിൻ ലെവൽ 4.23-ലേക്ക് വന്നു. 8th ഡേ ആയപ്പോഴേക്കും ഈ 50 നിന്നിരുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷനൊക്കെ നിർത്തി. അതുകൊണ്ടാണ്. പക്ഷെ ഷുഗർ ലെവൽ ആ സമയത്ത് നോക്കുമ്പോൾ 117 ഉള്ളൂ. RBS ഭക്ഷണത്തിന് ശേഷമുള്ളതാണ്. ഓൾമോസ്റ്റ് PPBS ആണ്. 117 ഉള്ളൂ 8ാമത്തെ ദിവസം വരുമ്പം. അത്ര ഫാസ്റ്റ് റിസൾട്ടാണ് വരുന്നത്. അപ്പം ഈ ഇൻസുലിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ ഒന്ന് സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും, നമ്മുടെ BP കൂട്ടും. അപ്പം ഈ പേഷ്യൻറ്റിനും അത് BP-ക്കും മരുന്ന് എടുത്തുകൊണ്ടിരുന്ന മൾട്ടിപ്പിൾ മെഡിസിൻസ് ഉണ്ട് BP-ക്കും. അപ്പം ഈ ഇൻസുലിൻ നിർത്തുമ്പോഴേക്കും BP കുറയും, BPയുടെ മരുന്ന് കുറച്ചുകൊണ്ട് വരാം. പിന്നെ ഈ വാസ്കുലോപ്പതി ഉണ്ടാക്കും, അതായത് ഈ ചെറിയ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യും. ഈ ഇൻസുലിൻ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈവൻ കണ്ണിലേക്കുള്ള നമ്മുടെ റെറ്റിനോപ്പതി വരുമല്ലോ, ഈ ഇൻസുലിൻ റെറ്റിനോപ്പതി കൂട്ടും. ഈവൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസ് കാണിക്കുന്ന അൾഷീമേഴ്സ് ഡിസീസ്, നമ്മുടെ മെമ്മറി കുറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ചെറിയ രക്തക്കുഴലുകളെ ഇൻസുലിൻ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ് അൾഷീമേഴ്സ് ഡിസീസിന് കാരണം. ഈവൻ റെറ്റിനോപ്പതി കണ്ണിൻ്റെ കാഴ്ചയിൽ ദോഷം വരുത്തും. നെഫ്രോപ്പതിക്കും അതുപോലെ തന്നെയാണ്. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മോഡേൺ മെഡിസിനിൽ ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലാണ് ഇതിൻ്റെ എല്ലാം ട്രീറ്റ്മെൻറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പേഷ്യൻസും കൂടെ അവെയറാണ്. കാരണം ഇതൊക്കെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന, കാരണം നമ്മളെപ്പോഴും വെസ്റ്റേൺ കൺട്രീസ്, അമേരിക്ക എന്ത് പറയുന്നു എന്നാണ്. അവരാണ് എല്ലാ മരുന്നുകളും ഉണ്ടാക്കുന്നത്. അവരുടെ മെയിൻ മെഡിക്കൽ ഫാക്ടറീസും ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസും എല്ലാം അവിടെയാണ്. അപ്പം അതിൻ്റെ എല്ലാം ഒരു റിഫ്ലക്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ പേഷ്യൻസ് സ്വയം അവെയറായിട്ട് ഈ ഇൻസുലിൻ എന്തിന് ഞാൻ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, ഞാൻ എന്തിനാണ് ഇൻസുലിൻ എടുക്കുന്നതെന്ന് സ്വയം ചോദിച്ചു തുടങ്ങാം. അതുപോലെ പല മരുന്നുകളും ഡയബറ്റിക് മെഡിസിൻസ് ഇൻസുലിൻ കൂട്ടിയാണ് ഷുഗർ കുറയ്ക്കാൻ നോക്കുന്നത്. നമുക്ക് ആദ്യം തുടങ്ങിയത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പം നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ ഫാസ്റ്റായിട്ട് അത് ശാസ്ത്രീയമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് കുറയ്ക്കാം. അതാണ് കിഡ്നിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ കിഡ്നി ശരിക്കും BP-യുമായിട്ടും ഹാർട്ടുമായിട്ടും ലിവറായിട്ടും എല്ലാം കണക്റ്റഡ് ആണ് എന്ന് പറയുന്നു. അപ്പം ശരിക്കും ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും ഈ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ശ്രദ്ധിക്കേണ്ടി വരും തിരിച്ചും. അതുപോലെ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്രയും മരുന്നൊക്കെ കഴിക്കുന്നവർ എങ്ങനെയാണ് ഇത് എന്താണ് അവർ മനസ്സിലാക്കേണ്ടത്? മരുന്ന് കഴിക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മൾ തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ട വരുന്നത് അത് ജീവിതശൈലി രോഗങ്ങൾക്ക് വേണ്ടിയാണ്. പ്രഷർ വന്നതിന് തന്നെ കാരണം മിക്കവാറും കിഡ്നിയുടെ പ്രശ്നമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, കിഡ്നിയിൽ ഉണ്ടാക്കുന്ന റെനിനാണ്
നമ്മളുടെ പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം കിഡ്നിയിലേക്ക് ആവശ്യത്തിന് ബ്ലഡ് കിട്ടാതെ വരികയാണ്, കിഡ്നിയുടെ രക്തക്കൊഴലുകളിൽ കൂടി ആവശ്യത്തിന് രക്തം ഒഴുകാതെ ഇരിക്കുകയാണെങ്കിൽ, അതായത് GFR കുറയാൻ തുടങ്ങി, അതായത് കിഡ്നിയുടെ ബ്ലഡ് വെസൽസിൽ കൂടെ ഒഴുകുന്ന അതാണ് കൊളോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. നാച്ചുറലി റെനിൻ കൂടും, റെനിൻ കൂടിയാലും BP കൂടും. അപ്പം നമ്മൾ ഈ മരുന്നായിട്ട് കഴിക്കുന്നത് എന്താ? എല്ലാം ഈ റെനിൻ ആൻജിയോടെൻസിൻ ആൾഡോസ്റ്ററോൺ മെക്കാനിസത്തിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പം അതാണ് ആൻജിയോടെൻസിനും അതിൻ്റെയൊക്കെ ഓരോ മരുന്നും ഈ ഒരു മെക്കാനിസത്തിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാക്കും. അല്ലെങ്കിൽ നമ്മുടെ രക്തക്കൊഴലുകളെ വികസിപ്പിക്കാനായിട്ട് കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് തരും. അപ്പം രക്തക്കൊഴലുകളെ ചുരുങ്ങുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം എവിടെയെങ്കിലും നമ്മളുടെ മെറ്റബോളിസത്തെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് എല്ലാ മരുന്നുകളും വർക്ക് ചെയ്യുന്നത്. അപ്പം പിന്നെ എല്ലാ മരുന്നുകളും എക്സ്ക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് മരുന്ന് നമ്മൾ കഴിച്ചാലും ഇഞ്ചക്ഷൻ എടുത്താലും അതെല്ലാം ലിവറിൽ ചെല്ലും, ലിവർ അതിനെ ഡീറ്റോക്സിഫൈ ചെയ്യും, കിഡ്നി വേണം ആ ഡീറ്റോക്സിഫൈ ചെയ്യാൻ അതിനെ പുറത്തേക്ക് വിടാൻ. അപ്പം ലിവറിൻ്റെയും കിഡ്നിയുടെയും വർക്ക് ലോഡ് കൂടും. അപ്പം നമ്മൾ നമ്മുടെ രോഗത്തിൻ്റെ കാരണത്തെയാണ് ചികിത്സിക്കേണ്ടത്. നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിംറ്റംസിനെയാണ്. പ്രഷർ കൂടിയോ പ്രഷർ കുറയ്ക്കാനായിട്ട് മരുന്ന് കൊടുക്കും. അതൊക്കെ എന്താ, നമ്മുടെ മെറ്റബോളിസത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഷുഗർ കൂടിയോ ഉടനെ ഇൻസുലിൻ കൂട്ടി ഷുഗർ കൺട്രോൾ ചെയ്യാൻ നോക്കും, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുക. അതാണ് ഏറ്റവും നമുക്കൊരു ഒരു ആക്സിഡൻറ്റ് വന്നോ അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായി അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നാൽ നമ്മളെപ്പോഴും ഇൻസുലിനിലേക്കാണ് മാറുന്നത്. അപ്പം അവിടെ നമ്മൾ ഈ മോർ ഇൻസുലിൻ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഏത് ഹോർമോൺ ആണെങ്കിലും, ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായ അതൊരു വലിയ അസുഖമായിട്ട് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ തന്നെ എടുത്തു കളയും. തൈറോയ്ഡ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റേഡിയേഷൻ കൊടുത്ത് റേഡിയോ ആക്റ്റീവ് അയഡിൻ എടുത്ത് ആ ഗ്ലാൻഡിനെ തന്നെ കളയാനാണ് നോക്കുന്നത്, തൈറോയിഡിൻ്റെ ഹോർമോൺ കൂടിയെന്നും പറഞ്ഞുകൊണ്ട്. അത് ഡേഞ്ചറാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഇൻസുലിൻ കൂടി നിൽക്കുന്നവർക്ക് വീണ്ടും ഇൻസുലിൻ കൊടുക്കുന്നു? അപ്പം അത്, അല്ലെങ്കിൽ ഇൻസുലിൻ വീണ്ടും കൂട്ടാനായിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നു. അത് നമ്മൾ ഓരോ പേഷ്യൻറ്റും ചോദിക്കണം. നമ്മൾ ഡോക്ടേഴ്സ് എന്തുകൊണ്ടത് കൊടുക്കുന്നു എന്നുള്ള നമ്മുടെ പ്രോട്ടോകോൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പം ഏതെങ്കിലും അസോസിയേഷൻസോ അല്ല മെഡിക്കൽ കമ്പനീസാണ് ഇത് ഏത് മരുന്നിന് ആർക്ക് കൊടുക്കാം എത്ര എന്തി കൊടുക്കാമെന്ന് പറയുന്നത്. ആ ഒരു സിസ്റ്റം തുടരുന്നിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഒന്നെങ്കിൽ ഗവൺമെൻറ് ലെവലിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് അതിന് നമ്മളുടെ രാജ്യമെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ, ഇങ്ങനെ അശാസ്ത്രീയമായ ട്രീറ്റ്മെൻറ്റുകൾ പലതും ഇപ്പോൾ തുടരുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം അത് നമ്മൾ മാറി വന്നാൽ മാത്രമേ പേഷ്യൻസിനും ബെനിഫിഷ്യൽ ആവുള്ളൂ. ഒരു മെയിൻ ഫാക്ടർ പറയുന്നത് കിഡ്നി ഹെൽത്തിൻ്റെ കാര്യത്തിൽ ഓവറായിട്ടുള്ള ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ കിഡ്നീനെ ഹാം ചെയ്യാനുള്ള ഒരു കാരണമായിട്ടാണ് പറയുന്നത്. പക്ഷെ ഇപ്പം കാണുന്ന ഓവർ വെയ്റ്റ് ആണല്ലോ മെജോറിറ്റി ആൾക്കാരും. അപ്പം കിഡ്നിയെ എങ്ങനെയാണ് അങ്ങനെയുള്ളവർ അത് സേവ് ചെയ്യാനായിട്ട് സാധിക്കുക? ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് രണ്ട് രീതിയിലാണ് രണ്ട് രീതിയിലല്ല, പല രീതിയിൽ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാം. ഒന്ന് അവർക്ക് റീനൽ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും, ഇൻഡിപെൻഡൻ്റ്ലി നോക്കാം. പിന്നെ കിഡ്നി ഡിസീസ് ഓവർ വെയ്റ്റ് ഉള്ളവർക്ക് ഡയബറ്റീസിന് ചാൻസ് കൂടുതലാണ്, ഹൈപ്പർ ടെൻഷന് ചാൻസ് കൂടുതലാണ്, മെറ്റബോളിക് സിൻഡ്രോം അതാണല്ലോ വരുന്നത്. പിന്നെ കൊളസ്ട്രോൾ കൂടുന്നു. കൊളസ്ട്രോൾ കൂടുമ്പോൾ എന്ത് പറ്റും? രക്തക്കൊഴലുകളിൽ കൊഴുപ്പടിയല്ലേ, കിഡ്നിയിലും കൊഴുപ്പടിയും, കിഡ്നിയിലെ രക്തക്കൊഴലുകളിലും കൊഴുപ്പടിയും. ഇത് കൂടാതെ കിഡ്നിക്ക് ചുറ്റും എല്ലാ അവയവങ്ങളും ചുറ്റി ഫാറ്റ് ഉണ്ടാകും. ഈ അവിടെ ഫാറ്റിൻ്റെ അളവ് കൂടും. ഇതെല്ലാം കിഡ്നിക്ക് ഡാമേജ് വരും. അപ്പം ഒബേസിറ്റി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മദർ ഓഫ് ഓൾ ഡിസീസസ് നമുക്ക് പറയാം. കാരണം ഇപ്പം അത്ര കൂടി വരിക. ഇപ്പം ഓവർ വെയ്റ്റ് ഇല്ലാത്ത ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ചൊരു കുടവയറെങ്കിലും ഇല്ലാത്ത എത്ര പേരുണ്ട്? കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പോൾ കുടവയറാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറാൻ നോക്കിയില്ലെങ്കിൽ, പലപ്പോഴും ഇപ്പം നമ്മൾ കാണുന്നത് പേരൻസ്, ഇന്ന് വന്ന ഒരു പേഷ്യൻ്റ് തന്നെ പറയുക, അപ്പം കുട്ടിക്ക് ഭയങ്കര ഓവർ വെയ്റ്റ് ഉണ്ട്. അപ്പം മദറിന് അറിയാം കൊച്ചിന് ഓവർ വെയ്റ്റ് ആണ്, പക്ഷെ അമ്മൂമ്മ സമ്മതിക്കുകയില്ല. അമ്മൂമ്മ എനിക്ക് ഇത്ര വണ്ണം ഉണ്ടല്ലോ, പിന്നെ എനിക്കൊരു കുഴപ്പമില്ലല്ലോ, ഞാനിപ്പോഴും ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നുണ്ടല്ലോ, എന്നിട്ട് പിന്നെ എന്തിനാ കൊച്ചിന് വണ്ണം വയ്ക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പം പലരും അത്ര ഇഗ്നറൻ്റ്, അത്രയ്ക്ക് നോളജ് ഇല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഇത് വരുന്നുണ്ട്. അതിന് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയുടെ ഇതാണ്. അപ്പോൾ ഓരോ പേഷ്യൻ്റ് ഇപ്പം നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വരുമ്പം
നമ്മൾക്ക് ബോഡിയിൽ കൊഴുപ്പ് എക്സസ് ഉണ്ടെങ്കിൽ അത് കുറച്ചാലേ നമ്മളുടെ ബോഡി കറക്റ്റ് ആവുള്ളൂ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ആണെങ്കിൽ എക്സസ് കൊഴുപ്പ് പോകണം. അപ്പം എല്ലാവരും ഒരു 2 മാസം ആകുമ്പോഴേക്കും ഇപ്പം എല്ലാവരും പറയാൻ തുടങ്ങി എൻ്റെ വെയിറ്റ് കുറഞ്ഞു, ക്ഷീണിച്ചു പോയി, ഇനി വെയിറ്റ് കുറയ്ക്കരുതെന്ന് പറയാൻ തുടങ്ങി. പക്ഷെ വയറ് കുടവയറായിരിക്കും, അപ്പോഴും വീണ്ടും ഉണ്ടാവും, വയറെ തന്നെ ഒരു 10 കിലോ പോകാനുണ്ടാവും. പക്ഷെ അത് നമ്മളുടെ സൊസൈറ്റിയുടെ ഒരു പ്രോബ്ലമാണ്. അതിനൊരു അവയർനെസ് ഉണ്ടായി, പബ്ലിക് അവയർനെസ് വരണം. പക്ഷെ നേരത്തെ കണ്ടുപിടിക്കാൻ പോലും കിഡ്നിയുടെ കാര്യത്തിൽ ഏർലി ഡയഗ്നോസിസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. കാരണം ഡയഗ്നോസ് ചെയ്താലും മരുന്നില്ലല്ലോ. കിഡ്നി രോഗത്തിൻ്റെ കാര്യത്തിൽ ഏർലി ഡയഗ്നോസിന് നമ്മളുടെ ഗവൺമെൻറ് ലെവലിൽ പോലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഈ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായ ഈവൻ ഡയബറ്റീസ് ഒക്കെ ഏർലി ഡയഗ്നോസ് ഉണ്ടെങ്കിലും അത് ഡയബറ്റീസിന് മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാം ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണെന്ന്. പക്ഷേ ഈ ആറ്റിറ്റ്യൂഡ് നമ്മൾ അതോറിറ്റീസ് മുതൽ മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ മരുന്ന് കഴിച്ച് കൂടി വന്ന് നമ്മൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോകുക എന്നുള്ളതായിരിക്കും വരുന്നത്. എന്നിട്ട് നമ്മൾ കൂടുതൽ കിഡ്നി ഫെയിലിയറിന് ട്രീറ്റ്മെൻ്റ് ആണെന്നും പറഞ്ഞ് കൂടുതൽ പേരെ പ്രൊമോട്ട് ചെയ്യും, ഓർഗൻ ഡൊണേഷൻ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ മോർ ഡയാലിസിസ് സെൻറ്റേഴ്സ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഡയാലിസിസ് ചെയ്യുന്ന അത്ര കംഫർട്ടബിൾ കാര്യമൊന്നുമല്ല. അതൊരു ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു എന്താ ശരിക്കും ക്വാളിറ്റി ഓഫ് ലൈഫ് ഇല്ലാതെ വളരെ ഒരു കഷ്ടപ്പെട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരിതാണ്. ഇത് ഡയാലിസിസ് സെൻറ്റേഴ്സ് അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് കിഡ്നി ഫെയിലിയറിലേക്ക് പോകാതെ നോക്കുകയാണ് ചെയ്യേണ്ടത്. ഏർലി ഡയഗ്നോസിസ്, കിഡ്നി ഫെയിലിയറിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഇതെത്തി അതിൻ്റെ കറക്റ്റ് റീസൺ കണ്ടുപിടിച്ച് അത് ഫെയിലിയറിലേക്ക് പോകാതെ നോക്കുക. ശരിക്കും ഈ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസും ചിലപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് കാണാറുണ്ട്. അത് ശരിക്കും ഒരു ചോദ്യം എന്തായിരുന്നു വെച്ചാൽ, പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഉണ്ട്, സ്റ്റോൺ ഉണ്ട്, പ്രഷറുണ്ട്, പ്രഷറിന് കൺട്രോൾ ഇല്ല, ഓവർ വെയിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് ഇപ്പം മിക്കവാറും പേഷ്യൻസിന് അവരുടെ ഫാമിലിയിലുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു സ്കാനിങ് നോക്കുമ്പോൾ തന്നെ ചിലരിലൊക്കെ 1ഉം 2ഉം ഒക്കെ സിസ്റ്റ് ഉള്ളപ്പോൾ തന്നെ റീനൽ ഫങ്ഷൻ നോർമൽ ആണെങ്കിൽ പോലും സ്കാനിങ്ങിൽ പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടാവും. ചിലരിൽ ഒത്തിരി ഒന്നും ഉണ്ടാവില്ല, 2ഓ 3ഓ സിസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം മുതൽ നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കണം. ഒന്ന്, അങ്ങനത്തെ പേഷ്യൻസ് ഒരു കാരണവശാലും ഓവർ വെയിറ്റ് ആവരുത്. ഓവർ വെയിറ്റ് പോകാതെ ചെറുപ്പത്തിൽ മുതലേ കുട്ടികളെ വളർത്തുമ്പോൾ മുതലേ നമ്മൾ അതിലേക്ക് ഇത് ചെയ്യണം. പിന്നെ നമ്മൾ ടോക്സിൻസ് ഉള്ള സാധനങ്ങൾ അധികം കഴിക്കാതെ ഇരിക്കുക. ടോക്സിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ഫുഡ് തന്നെ ഒരു മെയിൻ ടോക്സിൻ സാധനമാണ്. കാരണം കളറും പ്രിസർവേറ്റീവ്സും ഇട്ട കാര്യങ്ങൾ, നമ്മൾ ബേക്കറി ഐറ്റംസ് എല്ലാത്തിലും ഈ കളറ്, പ്രിസർവേറ്റീവ്സ്, ടേസ്റ്റ് മേക്കേഴ്സ് ഇങ്ങനെ ഇട്ട സാധനങ്ങൾ കഴിക്കാതെ ഇരിക്കുക. പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഒരു ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ആണ്, ജനറ്റിക് ആണ്. പക്ഷേ എല്ലാവർക്കും അത് വരണമെന്നില്ല. നമ്മൾ കിഡ്നിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളവർ എടുക്കേണ്ട കാര്യം ഇതാണ്. ഒബേസിറ്റി വരാതെ നോക്കുക. അത് വരാതെ നോക്കണമെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ട് ഇത്രയും നോക്കിയാൽ മതി. നമ്മൾ ഹൈറ്റ് എത്രയാണോ, ഇപ്പോൾ 170 സെൻറ്റിമീറ്റർ ഉള്ള ഒരാൾക്ക് അവർ 60 കിലോയിൽ കൂടുതൽ മുകളിലേക്ക് പോകരുത്. അത് ചെറുപ്പത്തിലെ തന്നെ ആ ഒരു അഡൾട്ട് ആകുമ്പോൾ തന്നെ ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്യുക. പിന്നെ കളറ്, പ്രിസർവേറ്റീവ്സ് ഇട്ട കാര്യങ്ങളൊന്നും കഴിക്കാതിരിക്കുക. കഴിക്കുകയാണെങ്കിൽ തന്നെ വല്ലപ്പോഴും ഒക്കെ ഒന്നൊക്കെ വന്നാൽ കുഴപ്പമില്ല, പക്ഷെ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ എക്സാക്ട്ലി നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു ഐഡിയൽ ആണെങ്കിൽ ഇങ്ങനെയുള്ളവർ, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഇപ്പം അങ്ങനത്തെ പേഷ്യൻസ് വരാറുണ്ട്, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് ഉണ്ട്. അപ്പോഴേക്കും GFR ഒക്കെ ഞാൻ ഓർക്കുന്ന ഒരു ഗേൾ, വളരെ കുറവുള്ളതാണ്, വളരെ ഏജ് കുറവായിരുന്നു, അത്രയും മൊത്തം 30 വയസ്സെന്തോ ഉള്ളൂ. അപ്പോൾ അവർക്ക് അപ്പോഴേക്കും തന്നെ അവർ വരുമ്പോൾ തന്നെ അവരുടെ GFR ഒരു 57, 60 ആ റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഓവർ വെയിറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഓവർ വെയിറ്റ് കുറച്ച്, അപ്പോൾ ഡയറക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ റീനൽ ഫങ്ഷൻ നോർമലിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അതിൻ്റെ ഇടയിലും പ്രശ്നം ഇതാണ്, വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കില്ല, നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. വെയിറ്റ് കുറയ്ക്കാൻ പറയുമ്പം ഇത് കുറഞ്ഞ് പോകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയും എനിക്ക് തോന്നുന്നു ഏകദേശം റീനൽ ഫങ്ഷൻ ശരിക്കും നമ്മൾ ഐഡിയൽ ഒരു വെയിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ വെയിറ്റ് റിഡക്ഷൻ്റെ ആ ഒരു ആസ്പെക്റ്റ് അവർ നിർത്തിക്കളഞ്ഞു. അപ്പം ശരിക്കും അങ്ങനെയല്ല, നമ്മൾ ഐഡിയൽ വെയിറ്റിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. പിന്നെ കളറും പ്രിസർവേറ്റീവ്സും ഒഴിവാക്കുക, മരുന്നുകൾ ഒഴിവാക്കുക. ഇപ്പോൾ നമ്മളുടെ ഹൈപ്പർ ടെൻഷൻ 90% കിഡ്നി ഫെയിലിയറിലുള്ളവർ പോലും നമുക്ക് റീസണബിൾ കൺട്രോൾ കിട്ടിക്കാൻ പറ്റുന്നുണ്ട്.
ഫെയിലിയർ 5th സ്റ്റേജിലുള്ളവരുടെ പോലും പ്രഷറിൻ്റെ മരുന്നുകൾ കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലൂടെ. അപ്പം ഈ സ്റ്റേജ് 1 or 2 or 3 ഒക്കെ ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി മരുന്നില്ലാതെ തന്നെ BP കൺട്രോൾ ചെയ്യാൻ 95%, 99% പറ്റാറുണ്ട്. ഒരു 1%-നൊക്കെ മാത്രമേ ആ BPയുടെ മരുന്നിലേക്ക് പോകേണ്ട വരാറുള്ളൂ. അതും വളരെ കുറച്ച് മാത്രം. അതൊരു വെരി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്യൂ പേഷ്യൻസേ ഉള്ളൂ. അത്രയ്ക്ക് നമുക്ക് മരുന്നുകൾ കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അതാണ് മരുന്നില്ലാതെ ജീവിക്കാനും നമ്മുടെ ബോഡി കോമ്പോസിഷൻ കറക്റ്റായിട്ട് വെക്കുക. പിന്നെ നെക്സ്റ്റ് ലെവലായിട്ട് നമ്മൾ ചെയ്യാറുള്ളത് നമ്മൾ ഫുഡൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് പറ്റുന്ന ഫുഡ് ഏതാ പറ്റാത്തത് ഏതാണെന്ന് നോക്കി അതും കൂടെ ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ അതാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. കിഡ്നി ഫങ്ഷൻ താഴോട്ട് പോകാതെ കുറച്ചും കൂടെ ഇപ്പം ഒരു ലെവലിൽ ഇപ്പോൾ കണ്ട സ്റ്റേജ് 3-ലുള്ളവരെ മിക്കവാറും 2-ലേക്ക് കൊണ്ടുപോകാൻ പറ്റും ഈ ഒപ്റ്റിമൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനോടെ. അത് കഴിഞ്ഞാൽ അവർ ആ പ്രിൻസിപ്പിൾസ് കണ്ടിന്യൂ ചെയ്ത് ജീവിക്കേണ്ടി വരും. പിന്നെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ പറ്റിയായിരുന്നു. അത് 3 വയസ്സുള്ളപ്പോൾ തന്നെ ആക്ച്വലി ഈ കിഡ്നിയുടെ ആൽബുമിൻ പ്രസൻസും ഒക്കെ വന്ന് കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ ട്രീറ്റ്മെൻറ്റിലായി. പക്ഷേ ആൽബുമിൻ കുറയുന്നില്ല, 4+ ഒക്കെ ആയി. പിന്നെ വേറെ മരുന്നുകളും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഇൻഫെക്ഷൻസ് വരുന്നു. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എന്താണ് ശരിക്കും ചെയ്യാൻ സാധിക്കുക? അത് മോസ്റ്റ് പ്രോബബ്ലി അതൊരു നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറയും. ഒരു നെഫ്രോട്ടിക് സിൻഡ്രോം വന്നിരിക്കുന്ന ഇതാണ് വരുന്നത്. അതാണ് പ്രോട്ടീൻ പോകുന്നത്. അപ്പം മിക്കവാറും അവർക്ക് അതിന് വേണ്ടിയിട്ട് സ്റ്റിറോയിഡ്സ് മരുന്നൊക്കെ ഇമ്മ്യൂണോസപ്രസൻസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഇൻഫെക്ഷനൊക്കെ വരുന്നത്. 3 വയസ്സ് അല്ലേ ഉള്ളൂ. നമ്മൾ സ്കൂളിലൊക്കെ പോകാനാകുമ്പോൾ വരുമ്പം ഇൻഫെക്ഷൻ വരും. അപ്പം ഇതിൽ ഈ കുട്ടികൾക്ക് ആണ് ഇങ്ങനെ പ്രോട്ടീൻ പോകുന്നത്. അത് നമ്മളിങ്ങനെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ചൊരു കൺട്രോളിൽ ഈ സ്റ്റിറോയിഡ്സ്, പ്രെഡ്നിസോളോൺ പോലെയുള്ള മരുന്നായിരിക്കും മോസ്റ്റ് പ്രോബ്ലി കഴിക്കുന്നത്. അതാണ് ഇൻഫെക്ഷനിലേക്ക് പോകും. പിന്നെ അവർക്ക് ഓവറായിട്ട് വെയിറ്റ് വയ്ക്കും ഈ സ്റ്റിറോയിഡ്സ് ലോങ് ടൈം എടുത്ത്. ഇതിൽ ഒരു പേഷ്യൻറ്റിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. അതായിരിക്കും കുറച്ചും കൂടെ മനസ്സിലാക്കാൻ എളുപ്പം. ഇതൊരു കൊച്ചു കുട്ടിയാണ്, 14 വയസ്സിലുള്ള കുട്ടിയാണ്. അപ്പം ഈ കുട്ടിക്ക് 2 വയസ്സിൽ തുടങ്ങിയതാണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം പോലെയുള്ള അൽബുമിനൂറിയ. അത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടെ വന്നു. ആക്ച്വലി ഒരു 12 വയസ്സായപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഈ കൊച്ച് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനോ ഫുഡൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമോ ഇല്ലയോ എന്നൊക്കെ അമ്മയ്ക്കും ഒക്കെ ഡൗട്ട്. അപ്പം 12 വയസ്സൊക്കെ ഉള്ളവർ നമ്മൾ പേരൻസ് ആരെങ്കിലും കൂടെ ജീവിതശൈലി കറക്റ്റ് ചെയ്യാനും ഈ പ്രോട്ടോക്കോൾ ഫോളോ ചെയ്യാനും വില്ലിങ് ആയാൽ മാത്രമേ നമുക്കൊരു കുഞ്ഞിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിനെ ഇപ്പോൾ 3 വയസ്സുള്ള കൊച്ചിന് നമ്മളെങ്ങനെ ലൈഫ് സ്റ്റൈൽ പഠിപ്പിക്കാൻ പറ്റും? അപ്പം അവർ പേരൻസ് ആരെങ്കിലും പഠിച്ച് അതിൻ്റെ കൂടെ കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ. അപ്പം യൂഷ്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ശരിക്കും ഞാൻ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ 10 വയസ്സ് കഴിഞ്ഞ് കുട്ടികളെ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ഈ 10 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെയും ഈ ഒരു ഇതായിട്ടുള്ളവരും കൂടെ അവരാണേലും പേരൻസും കൂടെ ജോയിൻ ചെയ്യണം. അപ്പം ഇതിന് ഒരു കുറച്ച് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതിൻ്റെ ടെസ്റ്റുകൾക്കും അതിൻ്റെ ഫോളോ അപ്പിനും ഒക്കെ കുറച്ച് കോസ്റ്റും വരുന്നുണ്ട്. അപ്പം ചിലർക്ക് എനിക്ക് അസുഖമില്ലല്ലോ പിന്നെ ഞാൻ എന്തിനാ ഇപ്പം 2 പേരുടെയും കൂടെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ആസ്പെക്റ്റും കൊണ്ടും ഞാൻ ജനറലി കാണുന്നത് പേരൻസിനും ആ ലൈഫ് സ്റ്റൈൽ കറക്ഷനൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പം വളരെ കുറച്ച് പേര് എന്നാൽ ഞാനും കൊച്ചിൻ്റെ കൂടെ കൂടി അത്രയും പൈസ സ്പെൻഡ് ചെയ്ത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ പൈസ സ്പെൻഡ് ചെയ്യുന്നൊന്നും അല്ല. 90% പേർക്കും അവർക്ക് ചെയ്യാൻ മടിയായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് കുഞ്ഞുങ്ങളെ അവരെ മാത്രമായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ദറ്റ് ഈസ് ഒന്നാമത്തെ ഇത് വരുന്നത്. അപ്പം ഈ കുട്ടിയുടെ അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് അപ്പോഴും പേരൻസിന് ജോയിൻ ചെയ്യാൻ മടിയായിരുന്നു. അമ്മയ്ക്ക് ഓവർ വെയിറ്റ് ഉണ്ട്, കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അമ്മയും പിന്നെ അത് ജോയിൻ ചെയ്തില്ല. പിന്നെ അപ്പോഴേക്കും 14 വയസ്സായല്ലോ. 14 വയസ്സായപ്പോൾ അങ്ങനെയാണ് സ്പെഷ്യൽ കൺസെൻറ്റിൽ തന്നെ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് ജോയിൻ ചെയ്തു. അപ്പം ഈ കുട്ടി നമ്മൾ നോക്കുമ്പം ഈ എറണാകുളത്ത് തന്നെയുള്ള ഒരു മെയിൻ ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റാണ് കുഞ്ഞിന് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വരുമ്പോഴേക്കും അസൈറ്റിസ് ഉണ്ട്. അതായത് ആൽബുമിൻ മൂത്രത്തിൽ കൂടെ പോയി ഒട്ടും ഇല്ല. ബ്ലഡിലാണെങ്കിൽ ആൽബുമിൻ 1.27 ഉള്ളൂ. 3.2 മുകളിൽ ആൽബുമിൻ വേണ്ട. അപ്പം അത്രയ്ക്കില്ല. അത്ര അസൈറ്റിസും ഒക്കെ ആയിരുന്നു. ആക്ച്വലി ഒരാഴ്ചക്കുള്ളിൽ ആ കുട്ടി ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കുഞ്ഞിൻ്റെ ആ വ്യത്യാസം വന്നത്.
ഒരാഴ്ച ആയപ്പോഴത്തേക്കും സെക്കൻഡ് 8th ഡേ വന്നപ്പോൾ തന്നെ ആദ്യം വരുമ്പം കൊച്ചു കുട്ടിയാണ്, 40 കുറച്ച് ഷോർട്ടാണ്, ഹൈറ്റ് ഒക്കെ കുറവാണ്. 44 കിലോ ഉണ്ടായിരുന്നു, അസൈറ്റിസ് ആയിട്ട് നിന്നിരുന്ന കുഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴേക്കും 33.8, ഓൾമോസ്റ്റ് 10 കിലോ ആ നീർക്കെട്ടെല്ലാം കൂടെ പോയി കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും 10 കിലോ ആണ് വെയിറ്റ് കുറഞ്ഞത്. അതുപോലെ ആൽബുമിനൂറിയ അപ്പോഴേക്കും നിന്നു. ആക്ച്വലി ആദ്യം വരുമ്പോൾ 2000-ന് മുകളിൽ ആൽബുമിൻ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ആൽബുമിനൂറിയ മൈക്രോ ആൽബുമിൻ 5.9 ആയിട്ട് കുറഞ്ഞു. അപ്പം അതുപോലെ തന്നെ ഈ ഒരു 1 month 15th ഡേ ആയപ്പോഴേക്ക് ആൽബുമിൻ ലെവൽ ബോഡിയിൽ 2.7 കൂടി. അപ്പോൾ ചിലരിൽ അത്ര ഫാസ്റ്റായിട്ട് റിസൾട്ട് വരും. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ 2 ആഴ്ച ആയപ്പോഴേക്കും നല്ല ആശ്വാസമായി, കൊച്ചു നല്ല ആശ്വാസമായി, പേരൻസ് നല്ല ഇതായി. പക്ഷെ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഒക്കെ നിർത്തി. എക്സസൈസ് ചെയ്ത് നമ്മളൊരു പ്രത്യേകതരം എക്സസൈസ് പഠിപ്പിച്ചു കൊടുക്കും, അത് ചെയ്യണം, ഫുഡ് നോക്കണം. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച ഡേ 30 വന്നപ്പോഴേക്കും അത് നിർത്തി, അപ്പോഴേക്കും തിരിച്ചു വന്നു. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട്. അതുപോലെ റിസൾട്ടും വരും, നിർത്തിക്കഴിഞ്ഞ് അത് തിരിച്ചു പോകാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്. എക്സസൈസും ഫുഡും ഒക്കെ നമ്മൾ നോക്കിയാൽ അതിനുള്ള റിസൾട്ട് കിട്ടും, നോക്കിയില്ലെങ്കിലും അത് തിരിച്ചും വരും. അത് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം ഇങ്ങനത്തെ കിഡ്നി ഡിസീസിൽ ഇപ്പം ഈ പേഷ്യൻറ്റ് ഞാൻ ഇങ്ങനെ എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് നമ്മൾ സ്ഥിരം കാണുന്ന കാര്യമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ എല്ലാത്തിലും അതാണ്. പക്ഷേ ഈ നെഫ്രോട്ടിക് സിൻഡ്രോം ഒക്കെ നമ്മളൊരു 3 to 6 months എടുത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും, ആ വെയിറ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുവാണെങ്കിൽ. അതുപോലെ ഒരു ജനറൽ സംശയം എന്താണെന്ന് വെച്ചാൽ, ഈ കിഡ്നി സ്റ്റോൺ തുടരെ വരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ആ കിഡ്നി സ്റ്റോൺ തുടരെ വരുന്ന ആൾക്കാർക്ക് അവരുടെ കിഡ്നിക്ക് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ടോ? അവർക്ക് ശരിക്കും എന്താണ് ചെയ്യാൻ സാധിക്കും ഈ സ്റ്റോൺ കളയാന്നുള്ളതല്ലാതെ? ഈ സ്റ്റോൺ വരുന്നതിന് റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പം റീസൺ നമ്മൾ കണ്ടുപിടിക്കുന്ന ഏറ്റവും പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഈ കിഡ്നി സ്റ്റോൺ ഒക്കെ വരുന്നത് മിക്കവാറും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും മിക്കവാറും റീനൽ സ്റ്റോൺ വരുന്നത്. അപ്പം ഈ റീനൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അവിടെ കാൽസ്യം പോയി പ്രസിപ്പിറ്റേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതിനകത്ത് എല്ലാത്തിനെയും കൂടെ ഡിസോൾവ് ചെയ്യാനുള്ള മൂത്രം അവിടെ വരുന്നില്ല. ഒന്ന്, ഏറ്റവും പ്രധാനം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുന്നത്. രണ്ടാമത് ഈ മരുന്നുകൾ. പിന്നെ മൂന്നാമത് ഈ അസുഖം തന്നെ. ഡയബറ്റീസിൽ യൂറിനിൽ കൂടെ ഷുഗർ പോവുകയാണല്ലോ. ഇതിനെ എല്ലാം ഡിസോൾവ് ചെയ്ത് ലിക്വിഡാക്കി നിർത്താനുള്ള ഇത് വരാതെ വരുമ്പോഴാണ് ഈ കാൽസ്യം ഒക്കെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. മരുന്നുകൾ കഴിക്കുന്നവർക്ക് ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ മരുന്ന് കഴിക്കുന്നവർ ഒന്ന് വെള്ളം കൂടുതൽ കുടിക്കുക. അത് കഴിഞ്ഞ് പിന്നെ ഈ സ്റ്റോൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിനെ പൊടിക്കാനായിട്ട് നമ്മൾ ഷോക്ക് വേവ് തെറാപ്പിയൊക്കെ ആണല്ലോ ഇപ്പം ഏറ്റവും മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഷോക്ക് വേവ് തെറാപ്പി ചെയ്യുമ്പോഴും നമ്മളുടെ കിഡ്നിയിൽ കുറേ ഫങ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ നെഫ്രോൺസിന് ഡാമേജ് വരും. അപ്പോൾ ഓരോ ഷോക്ക് വേവിലും നമ്മളുടെ കിഡ്നി വീണ്ടും ചെയ്യുക. പക്ഷേ സ്റ്റോൺ അവിടെ ഇരുന്നാലും പ്രശ്നം, നമുക്ക് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ സ്റ്റോൺ കണ്ടുപിടിച്ചാൽ അതിനെ ഇഗ്നോർ ചെയ്യാതെ, അല്ല ഇനി സ്റ്റോൺ പൊടിച്ചല്ലോ ഇനി കുഴപ്പമില്ല അടുത്തെന്ന് പറഞ്ഞ് പോയാൽ വീണ്ടും അടുത്തത് വരും, വീണ്ടും ചെയ്തു. അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ ഞാൻ പറയും, ഇദ്ദേഹത്തിന് 58 വയസ്സേ ഉള്ളൂ. അപ്പം അദ്ദേഹം വരുമ്പം അയാൾക്ക് മൾട്ടിപ്പിൾ ടൈമിൽ കീഹോൾ സർജറി ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ഷോക്ക് വേവ് തെറാപ്പി ചെയ്തു. ഇങ്ങനെ വരുമ്പോൾ ആക്ച്വലി റീനൽ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞ് 5.7 ക്രിയാറ്റിൻ വരുമ്പോഴാണ് വരുന്നത്. ഇദ്ദേഹത്തിന് നമ്മൾ നോക്കുമ്പം പല മൾട്ടിപ്പിൾ മറ്റു പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് ഡയബറ്റീസ് ഒന്നും ഇല്ലാത്ത ആളായിരുന്നു കേട്ടോ. എന്നാൽ പോലും ഈ പ്രശ്നം ഇതുകൊണ്ട് വന്നിരിക്കുന്ന ഈ കിഡ്നി സ്റ്റോണും അതുകൊണ്ട് വന്നിരിക്കുന്ന ഷോക്ക് വേവ് തെറാപ്പി റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തത് കൊണ്ടുമാണ് റീനൽ ഫെയിലിയറിലേക്ക് പോയത്. അതായത് ക്രിയാറ്റിനിൻ സ്റ്റേജ് 5 റീനൽ ഫെയിലിയർ ആണ്. ഇപ്പം അത് കഴിഞ്ഞ് നമ്മൾ അതിന് കുറച്ച് നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഇപ്പം 3 പോയിന്റിൽ വരെ എത്തിക്കാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അറൗണ്ട് 4 പോയിന്റിൽ നമുക്ക് അദ്ദേഹത്തിന് ഇപ്പം 2 years ഇപ്പം കഴിഞ്ഞ ഞാൻ ഓർക്കാൻ കാരണം 2 years ആയി ഇപ്പോൾ അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട്. അന്ന് അദ്ദേഹം വരുമ്പോൾ 5 പോയിന്റിലുള്ളത് ഇപ്പം 4 പോയിന്റിൽ കിഡ്നി ഫങ്ഷൻ നിലനിർത്തി. അത് മാത്രമല്ല അന്ന് അദ്ദേഹം കുറേ മരുന്നുകളും കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തുടങ്ങുമ്പം ഈ കിഡ്നി പേഷ്യൻസിന് എല്ലാം BP ഒക്കെ കൂടുതലായിരിക്കുമല്ലോ. അപ്പം BP ഉള്ളതും കൊളസ്ട്രോളിനുള്ളതും യൂറിക് ആസിഡിനുള്ളതും ഒക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ ഇപ്പം കിഡ്നി ഫങ്ഷൻ നിലനിർത്താൻ പറ്റുന്നുണ്ട്.
പുതിയതായിട്ട് സ്റ്റോണൊന്നും ഉണ്ടാകാതെ നമുക്ക് നോക്കാൻ പറ്റുന്നുണ്ട്. അതർവൈസ് എല്ലാം ഹെൽത്തി ആയിട്ട് പോകുന്നു. പക്ഷെ പല പേഷ്യൻസും നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ ആളെ കാണുകയില്ല. പിന്നെ അടുത്ത എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതുപോലെ ഉണ്ട്. വേറെ ഞാനൊരു 22-ലെല്ലാം കറക്റ്റ് ചെയ്ത്, അതുപോലെ ഈവൻ അവരുടെ റീനൽ ഫങ്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1.2-ലേക്ക് 1 വരെ എത്തിയതായിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും എന്തോ ഒരു ഇൻഫെക്ഷനോ എന്തോ വന്നു വീണ്ടും റീനൽ ഫങ്ഷൻ ക്രിയാറ്റിൻ 6-ൽ എത്തിയിട്ട് ലാസ്റ്റ് വീക്ക് വന്ന് വീണ്ടും ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മളിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. നമ്മൾ ലൈഫ് സ്റ്റൈൽ ഒരിക്കൽ കറക്റ്റ് ചെയ്തു ഇനി അത് ഫൊർഗെറ്റ് ചെയ്യാമെന്നല്ല. പ്രത്യേകിച്ച് കിഡ്നിയുടെ കാര്യത്തിൽ അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും ഇരിക്കണം. കൂടുന്നുണ്ടെങ്കിൽ വീണ്ടും എവിടെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തെറ്റിയെന്ന് നോക്കി കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ശരിക്കും ഇപ്പോൾ കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഇങ്ങനെ പല സ്റ്റേജ് ആയിട്ടാണല്ലോ. അപ്പം ശരിക്കും ഇതിൽ ഏതൊക്കെ സ്റ്റേജിലാണ് ശരിക്കും ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ്മെന്റ്സ് പ്രതീക്ഷിക്കാൻ പറ്റുക? അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ മാത്രമാണോ, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലോ തേർഡ് സ്റ്റേജിലോ അങ്ങനെയൊക്കെ പറ്റുമോ? എല്ലാ സ്റ്റേജിലും അതിനൊരു റോളുണ്ട്. പക്ഷേ നമ്മൾ ഒരു ക്രിയാറ്റിനൊക്കെ ഒരു 8-നൊക്കെ മുകളിൽ പോയി കഴിഞ്ഞു, ഈവൻ നമ്മൾ സാധാരണ നമ്മൾ 5-നൊക്കെ മുകളിലേക്ക് പോയാൽ എനിക്കും പേഷ്യൻറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ മടിയാണ്, കാരണം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവർക്ക് അതിൻ്റെ കൂടെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും നമുക്ക് മരുന്നുകൾ കുറച്ച് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മൾ യൂറിൻ പോകുന്നില്ലാത്ത, യൂറിൻ്റെ അളവും കൂടെ കുറഞ്ഞു കഴിഞ്ഞാലോ ഭക്ഷണം കഴിക്കുമ്പോൾ ഛർദിൽ വരാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജ് എത്തിയാൽ അത് മിക്കവാറും ഒരു ക്രിയാറ്റിൻ ഒരു 8-ന് മുകളിലേക്കൊക്കെ പോയി കഴിയുമ്പോഴാണ്. അല്ലാത്തവർക്കൊക്കെ കുറച്ചൊക്കെ കൺട്രോൾ, അതായത് നമുക്ക് ഈ മരുന്നുകളൊക്കെ മാറ്റി കൊടുക്കാം, നീര് കുറഞ്ഞു കിട്ടും, അങ്ങനെ കുറേ കംഫർട്ടബിൾസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ റീനൽ ഫങ്ഷൻ ഒത്തിരി ഒന്നും കുറയ്ക്കാൻ പറ്റില്ല, ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 8-ലൊക്കെ നിൽക്കുന്ന ആൾ വലിയ ഇതില്ലാതിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 7-ലേക്കോ 6-ലേക്കോ ഒക്കെ ക്രിയാറ്റിൻ കൊണ്ടുവന്ന് ഡയാലിസിസിലേക്ക് പോകുന്നത് കുറച്ചൊന്നും കുറയ്ക്കാൻ പറ്റും. പക്ഷേ സ്റ്റേജ് 1 ഇപ്പം നമ്മൾ ക്രിയാറ്റിൻ ഒരു 1.2 1.3 ഒക്കെ നിൽക്കുന്നവരുടെ മിക്കവാറും ബിലോ 1-ലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ഏത് സ്റ്റേജ് ആണെങ്കിലും അതിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവർക്കാണ് ഏറ്റവും പ്രത്യേകിച്ച് ഡയബറ്റീസുകാർക്ക് വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കാണാറുണ്ട്. അതായത് ഈ ഏറ്റവും ലെസ് ഇഫക്റ്റീവ്, ഏറ്റവും ഈ ക്രിയാറ്റിൻ കുറയ്ക്കുന്നത് ഏറ്റവും കുറവ് കാണുന്നത് IgA നെഫ്രോപ്പതി പേഷ്യൻസിനുമാണ്. പക്ഷേ എല്ലാവർക്കും അതിൻ്റെ ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും ഒരു ബെനഫിഷ്യൽ തന്നെയാണ്. ബട്ട് ലേറ്റർ ആയി പോകുമ്പോഴേക്കും യൂറിൻ തന്നെ പാസ് ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറ്റില്ല, നമ്മൾ ഡയാലിസിസിലേക്ക് പോവുക മാത്രമേ മാർഗം ഉണ്ടാവൂ. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.